നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം, 2 പേർ മരിച്ചു. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി കണ്ണൂർ സ്വദേശി 83 വയസ്സുള്ള കുഞ്ഞിരാമൻ, കാർ യാത്രിക കൂനമൂച്ചി കൂത്തൂർ ആന്റണി ഭാര്യ 56 വയസ്സുള്ള പുഷ്പ എന്നിവരാണ് മരിച്ചത്. നാടിനെ നടുക്കി കാണിപ്പയ്യൂരിലെ ആംബുലൻസ് അപകടം. എറണാകുളത്തെ കിൻഡർ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ നിന്ന് ഡീസലും ആംബുലൻസിൽ നിന്ന് ഓക്സിജനും ചോർന്നു. രക്ഷാപ്രവർത്തനം നടത്തിയത് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി. ഗാർഹിക പീഡന കേസിൽ പ്രതിയായ കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ PM മുഹമ്മദ് കുട്ടി രാജിവെക്കണമെന്ന് UDF. സ്ത്രീ സുരക്ഷയുടെ പേരു പറഞ്ഞ് അധികാരത്തിൽ കയറിയ LDF ഭരണസമിതിയിലെ മെമ്പറുടെ ഭാര്യയ്ക്ക് പോലും ഒരു സുരക്ഷയും ലഭിക്കുന്നില്ലെന്ന് UDFും യൂത്ത് കോൺഗ്രസും. വിശദമായ വാർത്തയിലേക്ക്. നാടിനെ നടുക്കി ആംബുലൻസ് അപകടം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം, 2 പേർ മരിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കണ്ണൂർ സ്വദേശി 83 വയസ്സുള്ള കുഞ്ഞിരാമൻ, കാർ യാത്രിക കൂനമൂച്ചി കൂത്തൂർ ആന്റണി ഭാര്യ 56 വയസ്സുള്ള പുഷ്പ എന്നിവരാണ് മരിച്ചത്. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപം ഞായറാഴ്ച ഉച്ചയ്ക്ക് 3:15 അപകടം. കൊച്ചിയിലെ കിൻഡർ ആശുപത്രിയിൽ നിന്നും രോഗിയുമായി കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസും കൂനമുച്ചി സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഡ്രൈവ് ചെയ്തിരുന്ന കൂത്തൂർ ആന്റണിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. ആംബുലൻസ് ഡ്രൈവർ, നഴ്സ്, രോഗിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 3 പേർക്കും അപകടത്തിൽ പരിക്കുണ്ട്. പരിക്കേറ്റവരെ കുന്നംകുളത്തെയും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മകളുടെ കുഞ്ഞിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത് എരുമപ്പെട്ടിയിൽ നിന്ന് കൂനമൂച്ചിയിലേക്ക് വരികയായിരുന്നു ആന്റണിയും പുഷ്പയും. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ അമിത വേഗതയിൽ മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ എതിർദിശയിൽ നിന്ന് വന്ന ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കാറിലെ ഇന്ധന ടാങ്ക് തകർന്ന് ഡീസൽ റോഡിൽ പരന്നു. ആംബുലൻസിൽ നിന്ന് ഓക്സിജനും ചോർന്നു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയത്. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നഗരസഭാ കൌൺസിലർമാരായ T. സോമശേഖരൻ, MV വിനോദ്, VK സുനിൽകുമാർ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നാടിനെ നടുക്കി ആംബുലൻസ് അപകടം. എറണാകുളത്തെ കിൻഡർ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. മുന്നിൽ പോയിരുന്ന ഓട്ടോയെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ എതിരെ വന്നിരുന്ന ആംബുലൻസിൽ കാർ ഇടിക്കുകയായിരുന്നു. ഇരുവാഹനങ്ങളും നല്ല വേഗതയിലായിരുന്നു. അപകടത്തിൽ ആംബുലൻസ് മറിഞ്ഞു. അവധി ദിനമായതിനാൽ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും ആളുകൾ ഉണ്ടായിരുന്നില്ല. സംഭവം കണ്ട വാഹനയാത്രികരും നാട്ടുകാരുമാണ് ആദ്യ രക്ഷാപ്രവർത്തനം നടത്തിയത്. കളമശ്ശേരി പത്തടിപ്പാലം സ്വദേശി രോഷിനി ഭവനിൽ 83 വയസ്സുള്ള കുഞ്ഞിരാമൻ, കൂനമൂച്ചി കൂത്തൂർ വീട്ടിൽ ആന്റണിയുടെ ഭാര്യ 56 വയസ്സുള്ള പുഷ്പ എന്നിവരാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന ആന്റണി അതീവ ഗുരുതരാവസ്ഥയിൽ തൃശൂർ അമല ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ആംബുലൻസിൽ രോഗിക്കൊപ്പമുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സ് ആലുവ സ്വദേശി മണ്ടങ്കാട്ടുവീട്ടിൽ 35 വയസ്സുള്ള വിപിൻ, ആംബുലൻസ് ഡ്രൈവർ കളമശ്ശേരി സ്വദേശി കാട്ടിപ്പറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള അനീഷ്, രോഗിയുടെ ബന്ധുക്കളായ കണ്ണൂർ സ്വദേശി 53 വയസ്സുള്ള വിനോദ്, കണ്ണൂർ ചെറുകുന്നു സ്വദേശി 57 വയസ്സുള്ള ചന്ദ്രൻ എന്നിവരെ പരിക്കുകളോടെ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കാറിൽ നിന്ന് ഡീസലും ആംബുലൻസിൽ നിന്ന് ഓക്സിജനും ചോർന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുന്നംകുളം നഗരസഭയിലെ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം സ്ഥലത്തെത്തിയിരുന്നു. ഭാഗികമായി തടസ്സപ്പെട്ട വാഹന ഗതാഗതം പോലീസെത്തിയാണ് പുനഃസ്ഥാപിച്ചത്.
ഗുരുവായൂർ നഗരസഭ 2-ാം വാർഡ് ഉപ്പുതോട് ജംഗ്ഷനിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം എംഎൽഎ NK അക്ബർ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AS മനോജ്, കൗൺസിലർമാരായ സുഹറ ഹംസമോൻ, ദിനിൽ എന്നിവർ സംബന്ധിച്ചു. എംഎൽഎ NK അക്ബറിന്റെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മിനി മാസ് ലൈറ്റ് യാഥാർത്ഥ്യമാക്കിയത്. സ്ത്രീകൾക്കും വനിതാ പ്രവർത്തകർക്കുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളും അപവാദ പ്രചരണങ്ങളും തടയണമെന്നും ദേശീയപാത വികസനം യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവത്ര മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. മുട്ടിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ലിഷ മത്രങ്കോട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീജ പ്രശാന്ത്, ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ്, ഏരിയ ജോയിന്റ് സെക്രട്ടറി സിന്ധു ബാബു, മേഖലാ സെക്രട്ടറി പ്രസന്ന രണദിവെ, CPIM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം TM ഹനീഫ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സെക്രട്ടറി പ്രസന്ന രണദിവെ, പ്രസിഡന്റ് ഉമ്മു റഹ്മത്ത്, ട്രഷറർ ബൈമി സുനിലൻ എന്നിവരെ തെരഞ്ഞെടുത്തു. യുവാവിനെ ദേഹോപദ്രവമേൽപ്പിച്ച് മൊബൈൽ ഫോൺ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ചാവക്കാട് പോലീസ് പിടികൂടി. കള്ളൻ മനാഫ് എന്നറിയപ്പെടുന്ന മല്ലാട് പുതുവീട്ടിൽ മനാഫിനെയാണ് തമിഴ്നാട്ടിലെ ഏർവാടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഒറ്റപ്പാലം കരിമ്പുഴ സ്വദേശി വടംവല വീട്ടിൽ സക്കീറിനെയാണ് പ്രതി ദേഹോപദ്രവമേൽപ്പിച്ച് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചോടിയത്. സംഭവത്തിനു ശേഷം പ്രതി പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഏർവാടിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ SI ശരത് സോമൻ, ഗ്രേഡ് അസിസ്റ്റന്റ് SI അൻവർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രദീപ്, രജിത്, T അരുൺ എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. മനാഫിനെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 21ഓളം കേസുകളുള്ളതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ വർഷം പുന്ന ധർമ്മശാസ്ത്ര അയ്യപ്പക്ഷേത്രത്തിന്റെ ഓഫീസിലെ പൂട്ടുപൊളിച്ച് അകത്തുകടന്ന് മോഷണം നടത്തിയ കേസിലും മണത്തല നരിയമ്പുള്ളി കുടുംബക്ഷേത്രത്തിലെ മോഷണക്കേസിലും ഇയാൾ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കൊടിമരത്തിന്റെ അടിസ്ഥാന ശിലാസ്ഥാപന കർമ്മം നടന്നു. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് ആശീർവദിച്ച കൊടിമരത്തിന്റെ അടിസ്ഥാന ശില 2ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ VM സമുവേൽ, സഹവികാരി ജോസഫ് ജോർജ് എന്നിവർ സ്ഥാപിച്ചു. വികാരി ഫാദർ VM സമുവേൽ, സഹവികാരി ജോസഫ് ജോർജ്, കൈസ്ഥാനി CI റെജി, സെക്രട്ടറി KS ബെന്നി എന്നിവർ നേതൃത്വം നൽകി. സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേരള സാഹിത്യോത്സവ് പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ TD രാമകൃഷ്ണന് സമ്മാനിച്ചു. പാലക്കാട് നടന്നുവരുന്ന സാഹിത്യോത്സവ വേദിയിൽ സമസ്ത കേന്ദ്ര മുശാവറാംഗം KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം 50,001 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം TDക്ക് സമ്മാനിച്ചു. ചടങ്ങിൽ PN ഗോപികൃഷ്ണൻ, KC നാരായണൻ, TN ജാഫർ സാദിഖ്, സയ്യിദ് മുനീറുൽ അഹദൽ, ഡോക്ടർ T അബൂബക്കർ എന്നിവർ സംസാരിച്ചു. യുവാവിനെ ആളൊഴിഞ്ഞ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെങ്ങാമുഖ മുല്ലയ്ക്കൽ സുരേഷിന്റെ മകൻ 22 വയസ്സുള്ള ഇന്ദ്രജിത്തിനെയാണ് വീടിനടുത്തുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ കൈയിലെ ഞരമ്പ് മുറിച്ച് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കാണാതാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് അയനൂർ ശാന്തിതീരത്ത് സംസ്കാരം നടത്തി. രാജിയാണ് മാതാവ്, ഗായത്രി സഹോദരിയാണ്. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന് ഗുണനിലവാരത്തിന്റെ അംഗീകാരമായ ISO സർട്ടിഫിക്കേഷൻ കുടുംബശ്രീ മിഷൻ സംസ്ഥാനതലത്തിൽ നടപ്പിലാക്കുന്ന ISO സർട്ടിഫിക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് സർട്ടിഫിക്കേഷൻ നേടിയെടുത്തത്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച ഉപനിയമപ്രകാരമുള്ള എല്ലാ സേവനങ്ങളും നൽകിയതിനാണ് അംഗീകാരം. ഓഫീസിലെ ഫയൽ ക്രമീകരണം, സാമ്പത്തിക ഇടപാടുകളും രജിസ്റ്ററുകളും പരിപാലിക്കുന്നതിലെ കൃത്യത, അയൽക്കൂട്ട വിവരങ്ങൾ, കാര്യക്ഷമത, സേവന മേഖലയിലെ വിലയിരുത്തൽ, ഓഫീസ് ക്രമീകരണങ്ങൾ, പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, ഹെൽപ്പ് ഡെസ്ക് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നേട്ടം കൈവരിച്ചത്. ഗാർഹിക പീഡന കേസിൽ പ്രതിയായ കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ PM മുഹമ്മദ് കുട്ടി രാജിവെക്കണമെന്ന് UDF കടങ്ങോട് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ സജീവ് ചാത്തനാത്ത് ആവശ്യപ്പെട്ടു. സ്ത്രീ സുരക്ഷയുടെ പേരു പറഞ്ഞ് അധികാരത്തിൽ കയറിയ LDF ഭരണസമിതിയിലെ മെമ്പറുടെ ഭാര്യയ്ക്ക് പോലും ഒരു സുരക്ഷയും ലഭിക്കുന്നില്ലെന്നും UDF ചെയർമാൻ കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ
സ്ത്രീകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരം ഹീനമായ ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരാൾ ചെയ്ത ഈ ഹീനകൃത്യത്തിനെതിരെ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുഹമ്മദ് കുട്ടി രാജിവെച്ചേ മതിയാവൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ട വ്യക്തി ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ജനപ്രതിനിധിയായിട്ട് തുടരുക എന്നത് ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്കും അപമാനകരമാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ പരാതിക്കാരിക്ക് നീതി ലഭിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചിറമനേങ്ങാട് ആവശ്യപ്പെട്ടു. CPM-ഉം പോഷക സംഘടനകളായിട്ടുള്ള ഡിവൈഎഫ്ഐയും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ധാർമ്മികത ഉയർത്തിപ്പിടിച്ച പഞ്ചായത്ത് മെമ്പർ തൽസ്ഥാനം രാജിവെക്കണമെന്നും വിഷ്ണു ആവശ്യപ്പെട്ടു. ഇവിടെ CPM-ന്റെ തന്നെ യുവജന സംഘടനകൾ, മറ്റുള്ള പോഷക സംഘടനകൾ, അവർക്ക് ആർക്കും ഇത്തരത്തിൽ ഒരു എതിരഭിപ്രായം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെയധികം അതിശയമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് തന്നെ അവർ അതിനെ പ്രതികരിച്ച് മുന്നോട്ട് വരുന്ന ആളുകളാണ്. അവരാരും ഒന്നും തന്നെ പറഞ്ഞു കണ്ടിട്ടില്ല. CPM-ന്റെ നേതൃത്വം തന്നെ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ള പോലെയാണ് അവരിയ്ക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വിഷയം ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഈ വാർഡ് മെമ്പർ, ആദൂര് വാർഡ് മെമ്പർ, കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ആദൂരിനെ പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പർ എത്രയും വേഗത്തിൽ രാജിവെച്ച് പുറത്തുപോയി അതിനെതിരായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മറ്റുള്ള നിയമവശങ്ങളെല്ലാം യൂത്ത് കോൺഗ്രസ് പരിശോധിച്ച്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അതിനെതിരായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തകർന്നു കിടക്കുന്ന അക്കിക്കാവ് കെ കരുണാകരൻ റോഡ് യാത്രക്കാരെ വലയ്ക്കുന്നു. പോർക്കുളം പഞ്ചായത്തിനെയും കടവല്ലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. പഞ്ചായത്തുകൾ തങ്ങളുടെ കീഴിലുള്ള ഭാഗം മാത്രം അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ മറുഭാഗം തകർന്നു കിടക്കുന്ന സ്ഥിതിയാണ്. ഇതൊഴിവാക്കാനായി റോഡ് PWD ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തകർന്ന റോഡിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതോടെ വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇപ്പോൾ 3 കൊല്ലം മുമ്പ് പോർക്കുളം പഞ്ചായത്ത് ഈ ഭാഗം ശരിയാക്കിയതാണ്. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ബൈപ്പാസിൻ്റെ പണിയും പിന്നെ അവിടെ മെയിൻ റോഡിൽ വാട്ടർ ടാങ്കിൻ്റെ അവിടെ ഈ റോഡ് ബ്ലോക്കും വരുന്ന കാരണം വലിയ വാഹനങ്ങൾ, ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതിനെ പോയിട്ടാണ് ഇപ്പോൾ റോഡ് കൂടുതൽ ചീത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് 2 പഞ്ചായത്തും ഒരു മുൻകൈ എടുത്തിട്ട് ഈ റോഡ് 1/2 കിലോമീറ്റർ റോഡാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഒരു ശാശ്വതമായി ഉള്ള ഒരു നിർമ്മാണം നടത്തി പരിഹരിക്കണം എന്നാണ് മെയിനായിട്ട് പറയാനുള്ളത്. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിച്ചു. 2022-25 കാലയളവിൽ ഇടവകയിലെ 33 കുടുംബ കൂട്ടായ്മകളെ നയിച്ച ഭാരവാഹികളെയാണ് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ EJ ജോഫി ചടങ്ങിൽ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ്, മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ C. തോമസ്, കേന്ദ്ര സമിതി ഭാരവാഹികളായ CT ജെയിംസ്, CK ജോയ് എന്നിവർ സംസാരിച്ചു. കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭാരവാഹികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. വേലൂർ RMLP സ്കൂളിൽ പച്ചക്കറി കൃഷിയുടെ വിത്തിറക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിജിനിൽ VV അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജസ്ന മരിയ ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ, PTA വൈസ് പ്രസിഡന്റ് ആൻസി സിജോ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോസ്, പ്രധാനാധ്യാപകൻ CJ ജിജു തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലയിലെ മികച്ച 3ാമത്തെ കർഷക അധ്യാപക അവാർഡും ജില്ലയിലെ മികച്ച വിദ്യാർത്ഥി കർഷക അവാർഡും RMLPSന് ലഭിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 150 ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തുന്ന സ്കൂൾ കൂടിയാണിത്. കടവല്ലൂർ പഞ്ചായത്തിൽ 4 കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടെങ്കിലും നാട്ടുകാർക്ക് പ്രയോജനമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള തടസ്സമായി പറയുന്നത്. കരിക്കാട് പഞ്ചായത്ത് കെട്ടിടം, കടവല്ലൂർ വട്ടമ്മാവ്, തിപ്പിലശ്ശേരി, കസ്തൂർബ നഗർ, വടക്കേക്കോട്ടോൽ, ഉന്നതി എന്നിവിടങ്ങളിലാണ് ഹാളുകളുള്ളത്. വിവാഹം, മരണാനന്തര സദ്യകൾ തുടങ്ങിയവ നടത്താൻ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുകയായിരുന്നു കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ പഞ്ചായത്തിന്റെ ചില പരിപാടികളും പാർട്ടി യോഗങ്ങളും മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആരോപണം. കരിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹാൾ 4 വർഷം മുമ്പ് വരെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു.
പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചപ്പോൾ ഓഫീസ് താൽക്കാലികമായി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി. അതോടെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് നിർത്തി. കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ഹാൾ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. വട്ടമ്മാവിലെ ഹാൾ നവീകരിക്കുന്നതിനാണ് അടച്ചത്. മാസങ്ങൾ പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയായിട്ടില്ല. കോട്ടോൽ ഉന്നതിയിലെ ഹാൾ അതീവ ശോച്യാവസ്ഥയിലാണ്. തിപ്പിലശ്ശേരിയിൽ സാമഗ്രികളുടെ കുറവാണ് പ്രശ്നം. കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രവർത്തനം ക്രമീകരിക്കാനും മേൽനോട്ടത്തിനും മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടപ്പായില്ലെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK രാജേഷ് പറഞ്ഞു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ആഗസ്റ്റ് 15-ന് സംഘടിപ്പിക്കുന്ന ഡിവൈഎഫ്ഐ സമര സംഗമത്തിന്റെ ഭാഗമായി ഗുരുവായൂർ മുനിസിപ്പൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പാലുവായ് മേഖലാ സെക്രട്ടറി റിനോയ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, വൈസ് ക്യാപ്റ്റൻ ദേവിക ദിലീപ്, മാനേജർ പ്രജീഷ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 10-ാം തീയതി മെമ്പർഷിപ്പ് ദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ PJ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ജീന ബാബു അധ്യക്ഷയായി. ഭാരവാഹികളായ സുശീല സതീശൻ, മെർലി വർഗീസ്, CG ബാബു എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പുതിയ അംഗങ്ങൾക്ക് അംഗത്വം വിതരണം ചെയ്തു. ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന മറ്റം, നമ്പഴിക്കാട്, വാഗ, ചേലൂർ, എളവള്ളി, പൂവത്തൂർ എന്നീ 6 യൂണിറ്റുകളിൽ നിന്നായി 2018 അംഗങ്ങളാണ് AKTA സംഘടനയിൽ നിലവിലുള്ളത്. AKTA ചാരിറ്റബിൾ ട്രസ്റ്റ്, ക്ഷേമനിധി എന്നിവ വഴി അംഗങ്ങൾക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് നൽകി വരുന്നത്. വിവിധ യൂണിറ്റുകളിൽ നിന്നായി 100 പേർ പ്രതിനിധികളായി യോഗത്തിൽ സംബന്ധിച്ചു. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. യുദ്ധം സർവനാശം എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ നടത്തിയ പൊതുയോഗം എഴുത്തുകാരൻ ഡോക്ടർ ജോൺ ജോഫി ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷയായി. സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, റിട്ടയർഡ് കേണൽ റെജീന, കവി ശശികുമാർ എരുമപ്പെട്ടി, നാരായണൻ കോടനാട് എന്നിവർ സംസാരിച്ചു. റഷീദ് എരുമപ്പെട്ടി, KP ജയൻ, KA ഫരീദലി, KR രാധിക, നാസിമ ഷക്കീർ എന്നിവർ നേതൃത്വം നൽകി. യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 1914 മുതൽ 19 വരെ നീണ്ടുനിന്ന 5 വർഷക്കാലത്തെ യുദ്ധം കൊണ്ട് ലോകത്തെ അക്കാലത്തെ പ്രബല രാഷ്ട്രങ്ങളിലെ ചേരിതിരിഞ്ഞുണ്ടായ ഏറ്റുമുട്ടലിൽ ഇവിടെ ഷൗക്കത്ത് പറഞ്ഞതുപോലെ 2 കോടി ജനങ്ങളാണ് മരിച്ചത്. അതിന്റെ 3 ഇരട്ടി ജനങ്ങളാണ് അംഗവിഹീനരായി മാറിയത്. യുദ്ധത്തിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരുമായ രാജ്യങ്ങളിലെ ജനത മുഴുവൻ ദുഃഖ ദുരിത ജീവിത ഭാരം അനുഭവിച്ചു. കളിമണ്ണിൽ ചാരുതയേകിയ ശില്പങ്ങൾ ഒരുക്കി കലാകാരന്മാർ. ഐക്യ ആർട്ട് ഫാമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന ക്ലേ ആർട്ടിസ്റ്ററി വർക്ക്ഷോപ്പിലാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഒത്തൊരുമിച്ച് ശില്പങ്ങൾ മെനഞ്ഞത്. പ്രാദേശികമായ കലാകാരന്മാരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2019 പുതുശ്ശേരി ആസ്ഥാനമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഐക്യ ആർട്ട് ഫാം. വിവിധ മേഖലകളിൽ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുകയും കഥകളി, മോഹിനിയാട്ടം, ചെണ്ട തുടങ്ങിയവയിൽ പരിശീലനം നൽകുകയും ചെയ്തു വരുന്നുണ്ട് ഇവിടെ. അന്തർദേശീയ ക്ലേ ആർട്ടിസ്റ്റും മഹാരാഷ്ട്ര സ്വദേശിനിയുമായ നേഹ പല്ലാർവാറാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇത് 2ാം തവണയാണ് ക്ലേ ആർട്ടിസ്റ്ററി വർക്ക്ഷോപ്പിനായി നേഹ ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ ജനുവരിയിലും നേഹയുടെ നേതൃത്വത്തിൽ ഐക്യയിൽ ശില്പശാല നടന്നിരുന്നതായി ഇവർ പറഞ്ഞു. So here I have been asked to come for this workshop through Deepak. Deepak introduced me to IKEA and everybody over here. This is my second workshop here. First was in January, which was amazing experience, and this is also turning out to be a really good response. What we didn't expect this kind of response, which is really good, and the interaction with everybody is amazing, and working in this nice quieter place is very meditative and therapeutic, and we are planning to conduct more workshops. Initially first basics, and then we slowly gradually want to go to advanced thing in ceramics, so that
The idea is to develop a ceramic community also here. People introduce one more medium of art, and those who are interested can take it forward from here. വിവിധ മേഖലകളിലുള്ളവർക്കായി ഒത്തുകൂടി ശില്പങ്ങൾ ഒരുക്കാൻ കഴിയുന്നു എന്നതാണ് ഇത്തരം വർക്ക്ഷോപ്പുകൾ നടത്തുന്നതിന് പ്രചോദനമാകുന്നതെന്നും നേഹ കൂട്ടിച്ചേർത്തു. 7 വയസ്സുകാരൻ നെയ്താനും 8 വയസ്സുകാരി അദ്രിജയും ഉൾപ്പെടെ 30 കലാകാരന്മാരാണ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തത്. വിവിധ കലാഭിരുചികളുള്ളവർക്ക് തങ്ങൾക്കുള്ളിലെ കഴിവുകളെ മിനുക്കിയെടുക്കാനാണ് ഐക്യ ഇത്തരം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ആർട്ട് ഫാമിന്റെ ഡയറക്ടർ ഡോക്ടർ TP ബാബുരാജ് പറഞ്ഞു. അപ്പോൾ ഇത്തരം ഇനി ഇവിടെ നമ്മൾ പഞ്ചകർമ്മ സെൻറ്ററും പിന്നെ അതിനെ ആശ്രയിച്ചുള്ള ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് യോഗയും അല്ലെങ്കിൽ കളരി അങ്ങനെയുള്ള അതിൽ ഒരു ഇഫക്റ്റീവ്ലി എസ്കോട്ട് മെഡിക്കൽ വാല്യൂ ആൻഡ് സപ്പോർട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് പിന്നെ ഫിസിയോളജിക്കൽ ലാംഗ്വേജ് ഫോർ വിച്ച് ലീഡിങ് ടു ഹെൽത്ത്. ഇത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ പല സ്കൂൾസ് ഓഫ് സ്പിരിച്വാലിറ്റി ഇന്ത്യയിലുണ്ട്. പക്ഷെ അവരുടെ തന്നെ ഒരു മെഡിറ്റേഷൻ മൊഡാലിറ്റീസ് ഉണ്ട്. അതിൻ്റെ നമ്മൾ ആ നിറങ്ങളിൽ വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന രൂപത്തിൽ മോഡുലേറ്റ് ചെയ്തുകൊണ്ടും അതിൻ്റെ ഫെസിലിറ്റേറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലും ജനങ്ങളിലേക്ക് ഇവിടെ വരാം, നമ്മളങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരുമയോടെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി കലാരംഗത്ത് പ്രോത്സാഹനവും പരിശീലനവും നൽകുക എന്നതാണ് ഐക്യ ആർട്ട് ഫാം സാക്ഷാത്കരിച്ചതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും ഡോക്ടർ ബാബുരാജ് കൂട്ടിച്ചേർത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ നമ്മൾ കാണുന്നില്ല. ഐക്യ പോലുള്ള മറ്റ് സ്ഥാപനങ്ങളും നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും നമ്മൾ കിട്ടുന്ന വാട്ട് എവർ ദ എക്സ്പീരിയൻസ് വി ഷെയർ ഈച്ച് ആൻഡ് ഗോ ടുഗദർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു വിത്ത് വിതയ്ക്കുക, മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുക, സ്നേഹം എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന ഒരു അടിസ്ഥാന വിശ്വാസത്തിലും നമ്മൾ പ്രവർത്തിക്കുകയാണ്. ദിസ് കംപ്ലീറ്റ്ലി 101% ഈസ് ഓപ്പൺ ഫോറം ഫോർ കോ ക്രിയേഷൻ. ദിസ് ഓപ്പൺ സ്പേസ് ആൻഡ് ഷെയർഡ് ഓണർഷിപ്പ്. ഇത് ഞാൻ നീന്നില്ല നമ്മൾ എന്നുള്ള വിശ്വാസത്തോടെ നടക്കുന്ന ഒരു കൂട്ടായ്മയാണ്. കലാരംഗത്തിനൊപ്പം ആത്മീയ ആരോഗ്യ മേഖലകളിലും പരിശീലനം നൽകുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഐക്യ ആർട്ട് ഫാം. ജനശ്രീ മിഷൻ എരുമപ്പെട്ടി മണ്ഡലം സഭയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഉമ്മൻചാണ്ടി സ്മൃതി എന്ന പേരിൽ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയുടെ സഹകരണത്തോടെ പ്രസിഡൻസി ഡിഗ്രി ക്യാമ്പസിൽ നടത്തിയ ക്യാമ്പ് ജനശ്രീ ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സഭ ചെയർപേഴ്സൺ CG ജോൺ അധ്യക്ഷയായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, അജു നെല്ലുവായി, NK കബീർ, AU മനാഫ്, MC ഐജു, ദയ ഹോസ്പിറ്റൽ പ്രതിനിധി വിധുശങ്കർ എന്നിവർ സംസാരിച്ചു. ഗൈനക്കോളജി, ജനറൽ സർജറി, ENT എന്നീ വിഭാഗങ്ങളിലാണ് ക്യാമ്പ് നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമല ആശുപത്രിയുമായി സഹകരിച്ച് കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ക്യാമ്പ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PK ജെയിംസ് അധ്യക്ഷനായി. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗം ആന്റോ പോൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ NM ജോസഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി P അബൂബക്കർ, ട്രഷറർ സജി ചിറമൽ, മർച്ചന്റ് വെൽഫെയർ ഭാരവാഹികളായ KK അബ്ദുൾ മനാഫ്, മെൻഡോ V തോമസ്, P രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കാർഡിയോളജി, ഗൈനക്കോളജി, നെഫ്രോളജി, ഓർത്തോ തുടങ്ങിയ വിഭാഗങ്ങളിലായി നടന്ന മെഡിക്കൽ ക്യാമ്പിൽ 400ഓളം പേർ പരിശോധനകൾ നടത്തി. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് DYFI ബ്ലോക്ക് കമ്മിറ്റി ഓഗസ്റ്റ് 15-ന് വടക്കാഞ്ചേരിയിൽ നടത്തുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥം എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. നെല്ലുവായ് സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി അബാൽമണി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാപ്റ്റൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം മിഥുൻലാൽ, വൈസ് ക്യാപ്റ്റൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത, മാനേജർ എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി MV വിനീത് എന്നിവർ ജാഥ നയിച്ചു. നിരവധി സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് ചുങ്കം സെന്ററിൽ ജാഥ സമാപിച്ചു. സമാപന പൊതുയോഗം DYFI മുൻ ജില്ലാ കമ്മിറ്റി അംഗം S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു.
എരുമപ്പെട്ടി കൂട്ടഞ്ചേരി ആലിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലനിറയും ആഘോഷിച്ചു. രാവിലെയും വൈകിട്ടും വിശേഷാൽ പൂജകളുണ്ടായി. കർക്കിടക മാസത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും നടത്തിവരുന്ന ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. അഥർവ് നെല്ലുവായ്, നിരഞ്ജൻ എന്നിവരുടെ നേതൃത്വത്തിൽ മദ്ദളക്കേളി അരങ്ങേറി. ക്ഷേത്രത്തിലെ പൂജകൾക്ക് മേൽശാന്തി രാജീവ് സ്വാമി പഴവൂർ നേതൃത്വം നൽകി. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജേഷ് കൂട്ടഞ്ചേരി, കമ്മിറ്റി അംഗങ്ങളായ NKC ബാലൻ, NU അജേഷ്, ഹരി കല്ലാറ്റ്, അശോകൻ ചേന്നാട്ട്, NKC ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലനിറയും നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്കും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ശേഷം പഴുനാന ആലാട്ടു കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്ന കതിർക്കറ്റകൾ ക്ഷേത്ര സന്നിധിയിൽ സമർപ്പിച്ച് പൂജിച്ചതിനു ശേഷം ഭഗവാനും ഉപദേവന്മാർക്കും സമർപ്പിച്ചു. ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി അനിൽകുമാർ മേൽപ്പറമ്പത്ത്, സനോജ് തിരുമേനി, രാജു മാരാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. മമ്മിയൂർ ആൻഡ് മുതുവട്ടൂർ മർച്ചന്റ് അസോസിയേഷൻ 45ാം വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ് മുഖ്യാതിഥിയായി. സെക്രട്ടറി ഗിരീഷ് കുമാർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ CF റോബർട്ട് കണക്കും അവതരിപ്പിച്ചു. രക്ഷാധികാരി CP വർഗീസ്, വൈസ് പ്രസിഡന്റ് CK പ്രേമൻ, ജോയിന്റ് സെക്രട്ടറി ലോസൺ മാത്യു, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ആൻഡോ തോമസ്, ഡെന്നി K ചീരൻ, NV ഷാജൻ, ജോസ് ലൂവീസ്, ജിജു ആളൂർ, PD ബവീഷ്, തോമസ് വാക്കയിൽ എന്നിവർ സംസാരിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് ഹൈസ്കൂളിലെ 1984-85 വർഷത്തെ SSLC ബാച്ചിന്റെ സംഗമം കാക്കശ്ശേരി സമാജം ഹാളിൽ KJ ജേക്കബ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KJ കൊച്ചുമാസ്റ്റർ മുഖ്യാതിഥിയായി. ഇരുവരെയും പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. ക്ലാസ്സിലെ അധ്യാപകരായിരുന്ന CC ആന്റണി, മല്ലിക എന്നിവരെ അവരുടെ ഭവനങ്ങളിൽ പോയി സന്ദർശിച്ച് ആദരിച്ചു. ജോൺസൺ നമ്പഴിക്കാട്, അജിത് കുമാർ, ഹരീഷ് നാരായണൻ, EF സണ്ണി, സത്യൻ ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഹപാഠികൾ വീണ്ടും ഒത്തുചേർന്നത്. ഹരീഷ് നാരായണൻ നവരസങ്ങളുടെ ഭാവാഭിനയം അവതരിപ്പിച്ചു. ടോമി ഗാനാലാപനം നടത്തി. പുതിയ ഭാരവാഹികളായി ജോൺസൺ നമ്പഴിക്കാട് പ്രസിഡന്റ്, അജിത് കുമാർ സെക്രട്ടറി, ശശികുമാർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ആയമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിന്റെ 19ാം വാർഷികവും ഉണ്ണി രജീഷ് അനുസ്മരണവും കവിയും ഗാനരചയിതാവുമായ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് UR ജിതിൻ അധ്യക്ഷനായി. സിറാജ് മാസ്റ്റർ പട്ടിക്കര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. SSLC +2 വിജയികൾക്ക് അവാർഡ് ദാനവും ദാസൻ പട്ടിക്കരയും സംഘവും അവതരിപ്പിച്ച കരാട്ടെ പ്രദർശനവും നടന്നു. ക്ലബ് സെക്രട്ടറി ജാഫർ സ്വാഗതവും ട്രഷറർ ഷാജു നന്ദിയും പറഞ്ഞു. കരിക്കാട് വില്ലന്നൂർ മഹല്ല് മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമം നടത്തി. 2025 ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെ വിവിധ പരിപാടികളോടെയാണ് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നത്. കരിക്കാട് KK റീജൻസിയിൽ മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം മുൻ മഹല്ല് ഖത്തീബ് ഉമർ ഫൈസി കാവന്നൂർ നിർവഹിച്ചു. സംഘടിക്കാറുള്ളത് എങ്കിൽ നാം ആരെയും അകറ്റാനല്ല, നാം എല്ലാവരെയും കൂട്ടിപ്പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപക്ഷെ വീടെടുക്കാൻ സ്ഥലം കിട്ടാത്തതിന് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അവരുടെ മഹലിൽ നിന്ന് പുറത്തുപോയി താമസിക്കുന്നവരെയും. ഇബാദ് സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ് ബാഖവി എടപ്പാൾ മുഖ്യപ്രഭാഷണം നടത്തി. VMC രക്ഷാധികാരികളായ KK റിഫാഹിൻ ഹാജി, CM യൂസഫ് ഹാജി, മഹല്ല് മുഖ്യരക്ഷാധികാരി NP അബ്ദുൽ ഖാദർ ഹാജി, KM അബ്ദുൽ ലത്തീഫ് ഹാജി എന്നിവർ സംസാരിച്ചു. മഹല്ല് മദ്രസ മുഅല്ലിം ഉസ്മാൻ മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങിന് അസിസ്റ്റന്റ് ഖത്തീബ് മുഹമ്മദ് ആഷിഖ് യാമിനി സ്വാഗതവും മഹല്ല് സെക്രട്ടറി PA അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു. തുടർന്ന് 15 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ ഇസ്ലാമിക ക്വിസ് മത്സരം, ചിത്രരചന, കളറിംഗ് എന്നീ മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ 12ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ മണലി സെന്റ് ആൻസ് പ്രത്യാശ ഭവനിലെ ഭിന്നശേഷിക്കാരായ അന്തേവാസികളെ സന്ദർശിച്ചു. ക്ലാസ് ടീച്ചറായ ലിജി ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു.
സമൂഹത്തിൽ വേദനയും ദുഃഖവും അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെന്നും അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നേരിട്ടറിയുക എന്നതുമായിരുന്നു സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇടവക വികാരി ഫാദർ ഷിൻഡോ പാറയിൽ, പ്രിൻസിപ്പാൾ ഷിജോ വി കെ, പള്ളി ട്രസ്റ്റി ലെനിൻ കുറ്റിക്കാട്ട്, PTA പ്രസിഡന്റ് ജിൻഡോ ഫ്രാൻസിസ്, ബ്രദർ ജീവൻ ബിജു, അധ്യാപകരായ ലിജി ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. ഗാർഹിക പീഡന കേസിൽപ്പെട്ട കടങ്ങോട് പഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ രാജിവെക്കണമെന്ന് കോൺഗ്രസ് എസ് ആവശ്യപ്പെട്ടു. സ്വന്തം ഭാര്യയെ നടുറോഡിൽ വെച്ച് ആക്രമിക്കുകയും ശാരീരികവും മാനസികവുമായ പീഡനം നടത്തുകയും ചെയ്തു എന്നുള്ള ഭാര്യയുടെ പരാതിയിൽ കേസിലകപ്പെട്ട ആദൂർ വാർഡ് മെമ്പർ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ ആവശ്യപ്പെട്ടു. പൊർക്കളങ്ങാട് അഷ്ടനാഗ പ്രതിഷ്ഠയുള്ള ശ്രീ മണികണ്ഠൻ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ക്ഷേത്രം തന്ത്രി തേലമ്പറ്റ മനക്കൽ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ജിതിൻ രാജ്, സമിതി സെക്രട്ടറി അഭിജിത്ത്, ജോയിന്റ് സെക്രട്ടറി സായൂജ്, ക്ഷേത്രം ട്രഷറർ നിവേദ്, മേൽശാന്തി പുരുഷോത്തമൻ തിരുമേനി, കീഴ്ശാന്തി മധുമഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി. രാമായണ മാസത്തോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. ഭക്തജനങ്ങൾക്ക് കഞ്ഞിയും പുഴുക്കും പ്രസാദമായി നൽകി. ഗുരുവായൂർ ദേവസ്വം ഗജവീരൻ അയ്യപ്പൻകുട്ടിയായിരുന്നു ഗജപൂജയ്ക്കും ആനയൂട്ടിലും പങ്കെടുത്തത്. ആഗസ്റ്റ് 15-ന് യുവജന സംഘടന DYFI നടത്തുന്ന ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന സമര സംഗമത്തിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ഞായറാഴ്ച രാവിലെ കരിക്കാട് സെന്ററിൽ CITU ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ DYFI കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി AM ഫിനോസ്, വൈസ് ക്യാപ്റ്റൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഹസൻ കല്ലുംപുറം, മാനേജർ ബ്ലോക്ക് കമ്മിറ്റി അംഗം വിനി വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ കല്ലുംപുറം സെന്ററിലെത്തിയ കാൽനട പ്രചരണ ജാഥയുടെ ക്യാപ്റ്റനെ വർഗ ബഹുജന സംഘടനകൾ ഹാരാർപ്പണം നടത്തി. AM ഫിനോസ്, ഹസൻ കല്ലുംപുറം, CPM കല്ലുംപുറം ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ KK സുരേഷ്, ലോക്കൽ കമ്മിറ്റി അംഗം ES സുധീർ എന്നിവർ സംസാരിച്ചു. ഏകാംഗ നാടകശില്പി VD പൗലോസ് അവതരിപ്പിച്ച തൊഴിൽ തരൂ എന്ന നാടകവുമുണ്ടായി. ഓഗസ്റ്റ് 15-ന് വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് പെരുമ്പിലാവ് സെന്ററിൽ സമരസംഗമം നടക്കും. DYFI കാട്ടകമ്പാൽ പഞ്ചായത്ത് തല കാൽനട പ്രചരണ ജാഥയുടെ പൊതുസമ്മേളനം ജെറുസലേം സെന്ററിൽ SFI തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി T അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി മേഖലാ സെക്രട്ടറി AM ജിഷ്ണു അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാക്കളായ VS സിദ്ധാർത്ഥൻ, NK ഹരിദാസ്, കാട്ടകമ്പാൽ മേഖലാ ട്രഷറർ അനുമോൻ C തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 15-ന് പെരുമ്പിലാവിൽ നടക്കുന്ന സമര സംഗമത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ചെറുതുരുത്തി സെന്ററിൽ നിന്നും കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചത്. കാട്ടകമ്പൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളായ അയനൂർ, പഴഞ്ഞി, കരിയാമ്പ്ര, കാഞ്ഞിരത്തിങ്കൽ, മൂലേപ്പാട്, പെങ്ങാമുക്ക് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. ജാഥ ക്യാപ്റ്റൻ PA യദുകൃഷ്ണൻ, വൈസ് ക്യാപ്റ്റൻ VS ലെനിൻ, മാനേജർ സന്ധ്യ സജിത്ത് എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി അയനൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിനോടനുബന്ധിച്ച് ഇല്ലനിറ ആചരിച്ചു. ക്ഷേത്രമേൽശാന്തി രാജു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴുനാനയിൽ നിന്നും കൊണ്ടുവന്ന കതിർക്കറ്റകൾ ക്ഷേത്ര സന്നിധിയിൽ സമർപ്പിച്ച് പൂജിച്ചതിനുശേഷം ഭഗവാനും ഉപദേവന്മാർക്കും സമർപ്പിച്ചു. ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. ഓഗസ്റ്റ് 25 തിങ്കളാഴ്ചയാണ് പുത്തരി നിവേദ്യം നടക്കുക. ക്ഷേത്ര ഭരണസമിതി മെമ്പർമാരും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഴഞ്ഞി മേഖലാ സമ്മേളനം കുന്നംകുളം ഏരിയ ട്രഷററും നഗരസഭാ ചെയർപേഴ്സണുമായ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സബിത രാധാകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും പുഷ്പലത ശ്രീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി ശൈലജ അരുൺദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ, ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ, സുശീല, AA മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PK കൗസല്യ പ്രസിഡന്റായും ശൈലജയെ സെക്രട്ടറിയായും ബിന്ദു മനോഹരൻ ട്രഷററായും തെരഞ്ഞെടുത്തു. മേഖലാ പ്രസിഡന്റ് PK കൗസല്യ പതാക ഉയർത്തി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ദിനാചരണവും പഠന ക്ലാസും നടന്നു. എരുമപ്പെട്ടി മങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി AKTA വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KT രാജൻ അധ്യക്ഷനായി. ട്രഷറർ PV ഇന്ദിര, ജോയിന്റ് സെക്രട്ടറി KB മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മെമ്പർഷിപ്പ് വിതരണം നടന്നു.
ചിറമനങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടും മഹാഗണപതി ഹോമവും നടത്തി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പുതുമന ഹരീഷ് നമ്പൂതിരി, വെളിച്ചപ്പാട് ശങ്കരനാരായണൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രൻ നായർ, ജോയിന്റ് സെക്രട്ടറി കെ ഷാജൻ, ട്രഷറർ അനിൽ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് PV പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലനിറയാഘോഷം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഇല്ലനിറ നടന്നു. ക്ഷേത്രമേൽശാന്തി മനോജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറയും ആനയൂട്ടും നടന്നു. മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഗണേശ പൂജ എന്നിവയും ഉണ്ടായി. ക്ഷേത്രമേൽശാന്തി വിഘ്നേശ്വര എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. തുടർന്ന് ഇല്ലനിറയും ആനയൂട്ടും നടന്നു. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തർക്കും പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നു. ക്ഷേത്രം ദേവസ്വം പൂരാഘോഷ കമ്മിറ്റി സംയുക്തമായാണ് ചടങ്ങുകൾ നടത്തിയത്. തിരുവത്ര താഴത്ത് കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബുഷറ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടന്നു. ട്രസ്റ്റ് രക്ഷാധികാരി TM ബാവ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് അധ്യാപിക TS രാജി മുഖ്യാതിഥിയായി. ചാരിറ്റി പ്രസിഡന്റ് TM സലാം, താഴത്ത് അബ്ബാസ്, TM അക്ബർ, TM ഇല്യാസ്, N നവാസ്, RH ഹാരിസ്, TM സലീം, സനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. ആളൂർ ചക്രമാക്കിൽ ജേക്കബ് ഭാര്യ ആലിസ് നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. ജോഷി, ജോബി, ജോഫി, ജിഷി എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ മുതിരമ്പറമ്പത്ത് പരേതനായ രാഘവൻ ഭാര്യ മീനാക്ഷി നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 നടക്കും. ദേവദാസ്, ഇന്ദിര, രാജി, സുജാത, പ്രസന്ന, പ്രീത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം കാണിപ്പയൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം, 2 പേർ മരിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കണ്ണൂർ സ്വദേശി 83 വയസ്സുള്ള കുഞ്ഞിരാമൻ, കാർ യാത്രിക കൂനമുച്ചി കുത്തൂർ ആന്റണി ഭാര്യ 56 വയസ്സുള്ള പുഷ്പ എന്നിവരാണ് മരിച്ചത്. നാടിനെ നടുക്കി കാണിപ്പയ്യൂരിലെ ആംബുലൻസ് അപകടം. എറണാകുളത്തെ കിൻഡർ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ നിന്ന് ഡീസലും ആംബുലൻസിൽ നിന്ന് ഓക്സിജനും ചോർന്നു. രക്ഷാപ്രവർത്തനം നടത്തിയത് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി. ഗാർഹിക പീഡനക്കേസിൽ പ്രതിയായ കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ PM മുഹമ്മദ് കുട്ടി രാജിവെക്കണമെന്ന് UDF. സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ കയറിയ LDF ഭരണസമിതിയിലെ മെമ്പറുടെ ഭാര്യയ്ക്ക് പോലും ഒരു സുരക്ഷയും ലഭിക്കുന്നില്ലെന്ന് UDFും യൂത്ത് കോൺഗ്രസും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.